ദുനിയാവിനെ ഒരു സമുദ്രം പോലെ സങ്കല്പിച്ച് ആ സമുദ്രത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി അവർ കപ്പലുകൾ ഉണ്ടാക്കി. ഏതാണ് ആ കപ്പല്? അതാണ് അൽ അഅമാലു സ്വാലിഹാ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ അവകാശികളെ സംബന്ധിച്ച് പറയുന്ന എല്ലായിടത്തും അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തവർ. ആ സ്വാലിഹായ സൽക്കർമ്മങ്ങളെ അവരെന്ത് ചെയ്തു? ജീവിതത്തിൽ അവർ കപ്പലുകളാക്കി അവർ സങ്കല്പിച്ചു. അതാണ് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ അല്ലാതെ മറ്റൊരു ചങ്ങാതിയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആ സൽക്കർമ്മങ്ങൾ എനിക്ക് എൻ്റെ കൂടെ ഖബറിലേക്ക് വരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നു പറയുന്നു, നബിയെ, ഞാൻ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ രാത്രി ഒരു സമയത്ത് ഞാൻ തങ്ങിയിരുന്നു. അവിടെ ഞാനൊരു ഖൈമ കെട്ടി ഞാനിങ്ങനെ താമസിക്കുകയാണ്. ആ സമയത്ത് രാത്രി ഞാൻ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കാരത്തിലായിരുന്നു. അപ്പോഴുണ്ട് എനിക്കൊരു ഖുർആനോത്ത് കേൾക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ ആയത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഉടനെ നിസ്കാരം പൂർത്തിയാക്കി നോക്കി ആരാണ് ഖുർആൻ ഓതിയത്. എനിക്ക് ഒരാളെയും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഒന്നുകൂടി അന്വേഷിക്കുമ്പോൾ നോക്കുമ്പോൾ ഞാൻ താമസിച്ചത് ഖൈമ കെട്ടി ഞാൻ താമസിച്ചത് ഒരു മഖബറയിലാണ്, ഒരു ഖബർസ്ഥാനിലാണ്. ആ സമയത്ത് ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ സൂറത്ത് നിങ്ങൾ കേട്ടതൊരു ഖബറിൽ നിന്നാണ്. ആ ഖബറോ സൂറത്തുൽ മുൽക്ക് പാരായണം ദൈനംദിനമായി പാരായണം ചെയ്തിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറിൽ നിന്നാണത് കേട്ടത്. എന്നിട്ട് പറഞ്ഞു, ആ സൂറത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹിയൽ മാനിയതു ഹിയൽ മുൻജിയതു മിൻ അദാബിൽ ഖബ്രി. ആദരവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂറത്തു തബാറക ഹിയൽ മാനിയതു ഹിയൽ മുൻജിയതു മിൻ അദാബിൽ ഖബ്രി. അത് ഖബറിന്റെ അദാബിൽ നിന്ന് മോചനമാണ്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷിക്കുന്ന സൂറത്താണ്. നമുക്ക് ഓതാൻ സമയമുണ്ടോ? നമുക്ക് പാരായണം ചെയ്യാൻ സമയമുണ്ടോ ഈ സൂറത്തുകൾ? ഖബറിൽ നമുക്ക് ചങ്ങാതി വേണ്ടേ, കൂട്ടുകാരൻ വേണ്ടേ? എല്ലായിടത്തും നമുക്ക് ആളുകൾ ഉണ്ടാകാം, പക്ഷേ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, അവിടെ ആരുമില്ല. ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടാളിയെ വേണം. അതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്തോ, അത് നിങ്ങൾക്ക് ഖബറിൽ കൂട്ടാളിയാണ്. ഇങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും കൃത്യമായി 5 നേരം ഫറദായ നിസ്കാരം നിർവഹിക്കുക. അതിനു മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും വരാൽ ഓരോ ദിവസങ്ങളിലും 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവാക്കിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അവനിക്ക് സ്വർഗത്തിൽ ഒരു മാളിക അല്ലാഹു തആല പണിതു കൊടുക്കുന്നതാണ്. ഒരു നല്ല പള്ളി ഇവിടെ അറബികൾ നിർമ്മിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതലാളി നിർമ്മിച്ചാൽ ആ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ മഹാന്മാരായ സയ്യിദുമാരും ആലിമീങ്ങളൊക്കെ വഅദ് പറയും, മംബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചാൽ അവനിക്ക് സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്ന് ആ മഹാന്മാര് വഅദ് പറയുമ്പോൾ
ഇത് കേട്ടിട്ട് ചില സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ വിചാരിക്കുന്നുണ്ടാകും പലരും, പടച്ചോനെ എനിക്കും അല്ലാഹ് സമ്പത്ത് തന്നിരുന്നെങ്കിൽ ഞാനും ഒരു പള്ളി കെട്ടിയേനെ, എനിക്കും സ്വർഗത്തിലൊരു വീട് കിട്ടിയേനെ. അങ്ങനെ കിട്ടാത്ത പണത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ജീവിതം കളയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓരോ ദിവസങ്ങളിലും ഫറദായ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരം നീ നിർവഹിച്ചോ, നിനക്ക് കിട്ടുന്ന പ്രതിഫലമേതാണ്? ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മാളികയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅദ്ദിനാണ്. മദീനത്തെ മുഅദ്ദിനായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ബാങ്ക് വിളിച്ചിരുന്ന നേതാവാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടപ്പോൾ, സ്വർഗം സന്ദർശനം നടത്തിയപ്പോൾ ഇസ്രായിന്റെ രാത്രിയിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിൽ ഞാനൊരു മാളിക കണ്ടു. വലിയ മാളികയാണ്, കൊട്ടാരമാണ്. ആ സ്വർഗത്തിന്റെ ആ കൊട്ടാരത്തിൽ ഒരാൾ നടക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ഇതാരുടെ കൊട്ടാരമാണ്, ആരുടെ മാളികയാണ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞ മറുപടി, നബിയേ, അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമാണ്, അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാളികയാണ്. ചോദിക്കുന്നു, ബിലാലേ, എന്താണ് ബിലാലെ, സ്വർഗത്തിൽ നിനക്കൊരു മാളിക ഒരുക്കി വെക്കാൻ മാത്രം എന്ത് അമലാണ് നീ ചെയ്തിട്ടുള്ളത് ബിലാലെ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്. മാ ഹദസുൻ ഖത്തു ഇല്ലാ തവല്ലഅതു, എനിക്ക് വുളു, അതാ എൻ്റെ വുളു അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഉടനെ വുളു ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ ശുദ്ധിയുള്ളവനാണ്. എൻ്റെ വുളു പോയാൽ ഉടനെ ഞാൻ വുളു എടുക്കും. വുളു ഇല്ലാത്ത ഒരു നിമിഷവും എൻ്റെ ജീവിതത്തിൽ കഴിയൂല. ഞാനെപ്പോഴും വുളു കൊണ്ട് ജീവിക്കുന്നവനാണ് നബിയെ. എത്ര ചെറിയ പണിയാണത്. ഒന്ന് വുളു എടുക്കാൻ നമുക്ക് വല്ല പ്രയാസമുണ്ടോ? കിട്ടുന്ന പ്രതിഫലമോ സ്വർഗത്തിലൊരു മാളികയല്ലേ. മോമിനീങ്ങളെ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അത് പതിവാക്കുക. അതാണ് നമുക്ക് ഖബറിലുള്ള കൂട്ടാളി, അതാണ് മഹ്ശറയിലുള്ള നമ്മുടെ ചങ്ങാതി, അതാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം. സ്വാലിഹായ സൽക്കർമ്മങ്ങളാണ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ വുളു എടുത്തു, ഫഅഹ്സനൽ വുളുആ, നല്ല അദബും ചിട്ടവും മര്യാദയൊക്കെ പാലിച്ചിട്ട് വുളു എടുത്തു. എങ്ങനെങ്കിലും വെള്ളം കൊണ്ട് ഇങ്ങനെ കളിച്ചു പോകുന്ന വുളുവല്ല. വുളുവിന് അദബുകളുണ്ട്, മര്യാദകളുണ്ട്. കിബിലക്ക് തിരിഞ്ഞ് വുളു എടുക്കണം. അനാവശ്യമായി വെള്ളം ചെലവാക്കരുത്. ടാപ്പിങ്ങിന് തിരിച്ചിട്ട് കുറേ വെള്ളം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നല്ല മിതത്വം വേണം വെള്ളം ഉപയോഗിക്കുന്നിടത്ത്. വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയമാണ്. അതുകൊണ്ട് വെള്ളം നന്നായി നമ്മളതാ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലെങ്കിൽ റബ്ബ് അതിനെക്കുറിച്ചും ചോദ്യം ചെയ്യും. അള്ളാഹുവിൻ്റെ വെറുപ്പ് നമ്മൾ സമ്പാദിക്കേണ്ടി വരും. വെള്ളം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. ആ വെള്ളം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കിണറിലേക്ക് വെള്ളം വരുന്നത് നമ്മുടെ പറമ്പിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ബോറിലേക്ക് വെള്ളം വരുന്നത് നമ്മുടെ പറമ്പിലുള്ള വെള്ളം മാത്രമല്ല, അപ്പുറത്തുള്ളവൻ്റെ പറമ്പിൻ്റെ അടിയിലെ വെള്ളവും എൻ്റെ കിണറിലേക്ക് വരുന്നു. ഇപ്പുറത്തുള്ളവൻ്റെ പറമ്പിൻ്റെ വെള്ളവും എൻ്റെ കിണറിൻ്റെ എൻ്റെ ബോറിലേക്ക് വരുന്നു എന്ന ബോധം നമുക്ക് വേണം. അള്ളയെങ്കാലം വെള്ളം തടഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നവനാരാ എന്ന് സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹ് ചോദിച്ചില്ലേ?
പോയില്ലേ? നിങ്ങൾക്ക് റബ്ബങ്കാലം വെള്ളം മുടക്കിയാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത്? വെള്ളം കിട്ടിയില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം പോയില്ലേ? അല്ലാഹു നമുക്ക് മതിയായ വെള്ളം നൽകണേ റഹ്മാനേ. അതുകൊണ്ട് മോമിനീങ്ങളെ, നല്ല അദബോടുകൂടെ വെള്ളം ദുരുപയോഗം ചെയ്യാതെ ഉളുവെടുത്തു, അദബുകൾ പാലിച്ച്, മര്യാദകൾ പാലിച്ച് ഉളുവെടുത്ത്, എന്നിട്ടതാ ഖിബലക്ക് തിരിഞ്ഞു നിന്ന് രണ്ട് കണ്ണും കൈയും മേൽപോട്ടേക്ക് ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനത്ത് തവ്വാബീൻ വജഅൽനീ മിനൽ മുതത്വഹിരീൻ എന്നുള്ള ദുആ ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവൻ്റെ മുന്നിൽ തുറക്കപ്പെടും. സ്വർഗത്തിലേക്ക് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളും അവൻ്റെ മുന്നിൽ തുറക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറയും, ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടന്നോ. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ നമ്മൾ വുളു എടുക്കാറില്ലേ? വുളു എടുക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട്. 5 നേരം നമ്മൾ വുളു എടുക്കുന്നില്ലേ? ആ വുളുവിൻ്റെ ശേഷം ഒന്ന് ഖിബലക്ക് തിരിഞ്ഞിട്ട് ദുആ ചെയ്താൽ എത്ര വലിയ ഉപകാരമാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വല്യുമ്മ, എൻ്റെ പാപ്പൻ്റെ ഉമ്മ, എൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ ജീവിച്ച് കണ്ടു പഠിച്ചവരാണ്. പ്രായമുള്ള ഉമ്മയാണ്, കുറേ വയസ്സുവരെ ജീവിച്ചു. ഇൽമില്ലെങ്കിലും വലിയ ആബിദത്തായിരുന്നു. അവരതാ എല്ലാ ദിവസവും വുളുവെടുക്കുന്നത് ചെറിയ കിണ്ടിയിലാണ്, ചെറിയ പാത്രത്തിൽ വുളുവെടുത്ത് അതാ ഖിബലയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യാത്ത ഒരൊറ്റ വുളുവും എൻ്റെ വല്യുമ്മയുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഒരു ദിവസം മുഹറം 10 അന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതാ നോമ്പും തുറന്നിട്ട് വല്യുമ്മ നിസ്കാരപ്പായലിരുന്ന് മഗ്‌രിബിനിരുന്ന ഇശാ കഴിഞ്ഞിട്ടാ എഴുന്നേൽക്കാറുള്ളത്. ഒരു കറുത്ത തസ്ബീഹ് മാലയുണ്ട്, ഞങ്ങൾ ഓർമ്മയുണ്ട്. പായലിരുന്നിട്ട് അതാ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മക്കളായ ഞങ്ങളോടൊക്കെ വന്നിങ്ങനെ ജോറാക്കി, മക്കളെ കളിക്കണ്ട, ഓതണമെന്ന് പറഞ്ഞിട്ട് ആ വല്യുമ്മ അതാ വീണ്ടും പായയിൽ പോയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലുന്നത് കേൾക്കുന്നുണ്ട്. അല്പനേരം കഴിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം കൂടുന്നു. ശബ്ദമങ്ങ് ഉറക്കയായി, പിന്നെ ശബ്ദമില്ല. ലോകത്തോട് വിട പറഞ്ഞ് എൻ്റെ വല്യുമ്മ ഞാൻ ഓർക്കുന്നത്, ഈ ജീവിതത്തിൻ്റെ ചിട്ടകൾ ഒരു വുളു എടുത്താലും ആ വല്യുമ്മ ഈ ദുആ ചെയ്യാതിരുന്നിട്ടില്ല. അവരൊക്കെ നമ്മുടെ വല്യുമ്മമാരെ പറ്റി നമുക്കും പരിചയമുണ്ടാകും, നമ്മുടെ വല്യുപ്പാരെ കുറിച്ച് നമുക്കും പരിചയമുണ്ടാകും. ആ ജീവിതത്തിലെ കണിശത, ആ കൃത്യനിഷ്ഠത, അവരൊക്കെ വെള്ളിയാഴ്ച കൃത്യമായി ജുമഅക്ക് പോകുന്ന സമയം എൻ്റെ അതേ വല്യുപ്പാനെ കുറിച്ച് ഞാൻ ജോലി ചെയ്യുന്നത് പൊയ്യത്ത് വെയില് മഹല്ലിലാണ്. എൻ്റെ വല്യുപ്പാൻ്റെ എൻ്റെ നാട് തന്നെയാണ്, എൻ്റെ ജമാഅത്ത് തന്നെയാണത്. അവിടെ ഇപ്പോഴുള്ള കുറേ വയസ്സന്മാർ പറയുന്നു 11:30 മണിയാകുന്നത് അന്ന് വാച്ചുകളൊന്നുമില്ല. എൻ്റെ വല്യുപ്പ നടന്നു പോയാൽ നാട്ടുകാർ പറയും അതാ പക്രുപ്പാപ്പ പോയി 11:30 മണിയായി എന്ന് പറയും. അത് കൃത്യം ഒരു വെള്ളിയാഴ്ചയും സമയം തെറ്റൂല. ഇതൊക്കെ നമ്മുടെ പൂർവികരുടെ ജീവിത രീതിയാണ്. ഇങ്ങനെ അമലുകൾ ചെയ്യാൻ, ആരാധനകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചാൽ മരണസമയത്തും നമുക്ക് വലിയ കാവലാണ്. സ്വർഗത്തിലും നമുക്ക് കൂട്ടാളിയാണ്. സ്വർഗത്തിലും നമുക്ക് ആളുണ്ടാകും, ഖബറിലും നമുക്ക് ആളുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.